ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നാരങ്ങ മിഠായിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇഷ്ടംപോലെ മാങ്ങയുള്ള സമയമാണല്ലോ. അപ്പോൾ നമ്മൾ കുറേ മാങ്ങയൊക്കെ ഏതെങ്കിലും രൂപത്തിൽ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇല്ലാത്തപ്പോൾ ഉപയോഗിക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു 4-4.5 കിലോയോളം മാങ്ങ എടുത്തിട്ടുണ്ട്. അത് ചെത്തുമാങ്ങ അച്ചാറിട്ട് വെക്കാമെന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ ഇത്രയും മാങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാങ്ങയൊന്ന് കഴുകി തുടച്ചെടുത്തുകൊണ്ട് വരണം. ഒട്ടും വെള്ളം ഉണ്ടാവരുത്. അതിനുശേഷം ഞെട്ടി കളഞ്ഞിട്ട് ഇതുപോലെ നമ്മൾ ആ ഞെട്ടിയുടെ വശത്ത് നിന്ന് ഇതുപോലെ ചെത്തി എടുക്കുക. അപ്പോൾ തൊണ്ടൊന്നും കളയണ്ട കേട്ടോ, ഇങ്ങനെ തന്നെയാണ് അരിയേണ്ടത്. ഇത്തിരി വലിയ കഷ്ണങ്ങളായാലും കുഴപ്പമില്ല, ചെറുതായാലും കുഴപ്പമില്ല. പക്ഷേ ഇതുപോലെ ചെത്തിയെടുക്കുക. ചെത്തുമാങ്ങ അച്ചാർ എന്നാണല്ലോ പറയണേ. അപ്പോൾ നമ്മൾ അരിഞ്ഞിടാനെടുക്കുന്ന പാത്രങ്ങളും അതുപോലെ കത്തി എല്ലാം വെള്ളമില്ലാന്ന് ഉറപ്പ് വരുത്തണം. അതുപോലെ മാങ്ങയെല്ലാം വെള്ളം തുടച്ച് കളഞ്ഞ് എടുക്കുകയും വേണം. അപ്പോൾ അതാ നമ്മൾ എല്ലാ മാങ്ങയും ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഉപ്പ് തിരുമ്മി വെക്കണം. ഒരു ദിവസം ഉപ്പ് തിരുമ്മി വെച്ചേക്കണം. അപ്പോൾ ഇത് ഇത്രയും കഷ്ണങ്ങളുള്ളതുകൊണ്ട് ഈ പാത്രത്തിൽ ഉപ്പ് തിരുമ്മി വെക്കാൻ പറ്റില്ല. അതിന് ഞാൻ വേറൊരു പാത്രം എടുക്കുകയാണ്. എന്നിട്ട് കല്ലുപ്പാണ് കേട്ടോ ഇടാൻ നല്ലത്. അപ്പോൾ ഇത്രയും മാങ്ങ കൊള്ളുന്നൊരു വലിയ പാത്രം എടുത്ത് വെച്ചു. ഇനി ഇതിലേക്ക് ഇതിൻ്റെ അടിയിൽ ആദ്യം തന്നെ ഒരു പിടി കല്ലുപ്പ് വിതറുകയാണ്. എന്നിട്ട് അതിൻ്റെ മീതെ നമ്മൾ ഈ മാങ്ങ കഷ്ണങ്ങൾ വിതറും. അപ്പോൾ അങ്ങനെ കല്ലുപ്പ്, മാങ്ങ, വീണ്ടും കല്ലുപ്പ്, അങ്ങനെ ഉപ്പും മാങ്ങയും മാറി ലെയറായിട്ടിട്ട് ഇത് ഒരു ദിവസം നമ്മൾ മൂടി മാറ്റി വയ്ക്കണം. അത് ഫ്രിഡ്ജിലൊന്നും വെക്കണം എന്നില്ല, പുറത്ത് തന്നെ വയ്ക്കുക. അപ്പോൾ ഈ മാങ്ങയിലെ വെള്ളവും ഈ ഉപ്പിൻ്റെ ഇതുകൊണ്ട് മാങ്ങയും നീരെല്ലാം ഊറി വരും. അതിനുശേഷമാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മാങ്ങയെല്ലാം ഉപ്പിട്ട് വെച്ചു. ഇനി നമുക്കിതൊന്ന് മൂടി മാറ്റി വയ്ക്കാം. ഒരു ദിവസത്തേക്ക് മൂടി മാറ്റി വയ്ക്കാം. ഒരു 24 മണിക്കൂർ ഇരുന്നാൽ മതി. അപ്പോഴത്തേക്കും നല്ലപോലെ വെള്ളം ഊറി വരും. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അടുത്ത ദിവസം നോക്കാം. അപ്പോൾ ഇപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ മാങ്ങ എടുത്തു, കണ്ടോ ഇത്രയും മാങ്ങ കഷ്ണങ്ങളുണ്ട്. ഇനി ഇത് വെള്ളം നല്ലപോലെ ഉണ്ട് കേട്ടോ, നല്ലപോലെ വെള്ളം ഊറി വന്നിട്ടുണ്ട്. ഈ വെള്ളം കളയാൻ പാടില്ല, നമുക്ക് ഈ വെള്ളം ആവശ്യമുണ്ട്. അപ്പോൾ ഈ വെള്ളമെല്ലാം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഊറ്റി മാറ്റിയിട്ട് വരാം. അപ്പോൾ കഷ്ണങ്ങളും വെള്ളവും മാറ്റി വയ്ക്കുക. അതിനുശേഷം ഞാനൊരു പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടാവുമ്പോൾ ഇത്രയും മാങ്ങയുള്ളത് കൊണ്ട് ഞാനൊരു 100 ഗ്രാമോളം കടുക് വറുത്തെടുക്കുകയാണ്. അപ്പോൾ ഈ കടുക് നമുക്ക് വറുത്ത് പൊടിക്കേണ്ടതാണ്. ഒരിക്കലും കടുക് വെളിച്ചെണ്ണയിലോ എണ്ണയിലോ ഒന്നും വറുക്കരുത്. ഇതുപോലെ തന്നെ ഡ്രൈ ആയിട്ട് വറുത്തെടുക്കുക. എന്നിട്ട് അത് പൊട്ടുന്നതാണ് പാകം. ഇതിപ്പോൾ പാകമായിട്ടുണ്ട്. ഇനി അതവിടെ ഇരുന്ന് ആറട്ടെ. അതിനുശേഷം ഒരു 2-2.5 സ്പൂണ് ഉലുവ, അതുപോലെ തന്നെ വെളിച്ചെണ്ണയോ എണ്ണയൊന്നും ചേർക്കാതെ ഡ്രൈ ആയിട്ട് വറുത്തെടുക്കുക. അപ്പോൾ ഈ ഉലുവയും ഇതുപോലെ ചുവന്ന് വരുമ്പോൾ അത് പാകമായി എന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ ഉലുവ നന്നായിട്ട് ചുവന്നിട്ടുണ്ട്. ഈ പാകത്തിന് നമുക്ക് ഉലുവയും തണുക്കാൻ എടുത്ത് വയ്ക്കാം. ഉലുവ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉലുവ ഞാൻ തണുക്കാനെടുത്ത് മാറ്റി വയ്ക്കുകയാണ്. ഇനി വേണ്ടത് നമുക്ക് ഇതിലേക്ക് മുളക് പൊടി വേണമല്ലോ. അപ്പോൾ മുളക് പൊടിക്ക് ഞാൻ എടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടി ആകുമ്പോൾ നല്ല കൊഴുപ്പും കിട്ടും, നല്ല കളറും കിട്ടും. അച്ചാറാകുമ്പോൾ നല്ല കളറിലിരിക്കണമല്ലോ. അപ്പോൾ ഞാനൊരു 6 സ്പൂണ് കാശ്മീരി മുളക് പൊടി എടുക്കുന്നുണ്ട്. അത് ഒന്ന് ചൂടാക്കിയെടുക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിയാൻ പാടില്ല, കളറ് ഫെയ്ഡാവരുത്. കളറ് അങ്ങനെ തന്നെ വേണം. അതുകൊണ്ട് നല്ലപോലെ ഇളക്കി ജസ്റ്റ് ചൂടാവുമ്പോൾ തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ചൂടാക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മുളക് പൊടിയുടെ പച്ച ചുവ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും ആറാൻ വയ്ക്കാം. ശേഷം നമുക്ക് ഈ ഇതിലേക്ക് കുറച്ച് എണ്ണ വേണം, പൂത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒഴിക്കുന്നതാണ്. അപ്പോൾ ആ എണ്ണയും ഒന്ന് ചൂടാക്കി വെക്കണം. എണ്ണ തിളയ്ക്കരുത്, എണ്ണ ജസ്റ്റ് ചൂടായാൽ മതി. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതും നമുക്ക് തണുക്കാൻ വയ്ക്കാം. അതിനുശേഷം നമ്മൾ ഈ പൊടികളെല്ലാം മിക്സ് ചെയ്യാൻ പോവാണ്. കടുക് പൊടിച്ചത്, ഉലുവ പൊടിച്ചത് എല്ലാം നമ്മൾ, മുളക് പൊടി എല്ലാം വേറൊരു പാത്രത്തിൽ നമ്മൾ യോജിപ്പിക്കണം. അപ്പോൾ ഉലുവ പൊടിച്ചത് ഇട്ടു, കടുക് പൊടിച്ചതിട്ടു. ഇനി മുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഈ അച്ചാർ കുറേ നാൾ നമുക്ക് കേടുകൂടാതെ ഇരുന്നോളൂ കേട്ടോ. നമ്മൾ ഇത് വായു കിടക്കാതെ സൂക്ഷിച്ച് കെട്ടി വെച്ചിരുന്നു കഴിഞ്ഞാൽ, എടുക്കുമ്പോഴും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറേ നാൾ നമുക്കത് ഉപയോഗിക്കാം.
അപ്പോൾ എടുക്കുമ്പോൾ ചെറിയൊരു പാത്രത്തിലേക്ക് പകർത്തിയെടുത്താൽ മതി. പിന്നെ ഇത്രയും കായം പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് യോജിപ്പിക്കുക. അതിനുശേഷം നമ്മൾ ആ മാങ്ങയിൽ നിന്ന് ഊറിയ വെള്ളം ഊറ്റി മാറ്റിയല്ലോ, ആ വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അത് നമ്മൾ ആ പൊടിക്ക് ആവശ്യത്തിനനുസരിച്ച് ഇതുപോലെ കുറേശ്ശെ ഒഴിച്ച് ഇളക്കി നോക്കുക. എന്നിട്ട് പിന്നെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ആ വെള്ളം തന്നെ കുറച്ചുകൂടെ ഉപയോഗിച്ച് നമുക്ക് ഇളക്കി എടുക്കാം. അപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ കുറവും കൂടിയുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ നന്നായിട്ട് കട്ടയെല്ലാം ഉടച്ചെടുക്കുക. അതിനുശേഷം പോരായിക വരുന്ന വെള്ളം ഒന്നും കൂടി ഒഴിച്ചു കൊടുക്കുക. വെള്ളമല്ല, ആ മാങ്ങയിൽ നിന്ന് ഊറി വന്ന ആ നീര് നമ്മൾ മാറ്റി വെച്ചത് കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം. അത്രയും മാങ്ങയില്ലേ, എന്നാൽ മാത്രമാണ് അതിലേക്ക് എല്ലാത്തിലും യോജിപ്പിക്കാൻ പറ്റുള്ളൂ നമുക്ക്. ഇപ്പോൾ ഇതെല്ലാം ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കൂട്ട് നമ്മുടെ ആ മാങ്ങ കഷ്ണങ്ങളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ മാങ്ങ അടുപ്പത്ത് വെക്കേണ്ട കാര്യമില്ല, ഇതുപോലെ ചെയ്ത് വെക്കുക. നല്ല കിടിലൻ അച്ചാർ കിട്ടും. ഇപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. ഇത് ഇപ്പോൾ തന്നെ എടുത്ത് കൂട്ടരുത്. ഒരാഴ്ച മിനിമം ഇരിക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് ആവുള്ളൂ. മാങ്ങയ്ക്ക് ഇതിൻ്റെ മസാലയെല്ലാം പിടിച്ച് മുളക് പൊടിയും ഉലുവയും എല്ലാം പിടിച്ച് ഒരാഴ്ച ഒന്നും കൂടി സോഫ്റ്റ് ആവുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് ആവുന്നത്. ഇപ്പോൾ എല്ലാം യോജിപ്പിച്ച് ഇനി നമുക്കിത് ഒരു ഭരണിയിലേക്ക് എടുത്തു വയ്ക്കാം. അപ്പോൾ ചില്ല് ഭരണിയോ അല്ലെങ്കിൽ മണ്ണിൻ്റെ ഭരണിയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. പക്ഷേ പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ ഉപയോഗിക്കരുത്. സ്റ്റീലിൻ്റെ പാത്രത്തിലും എടുത്തു വയ്ക്കാതിരിക്കുക നല്ലത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ചാറോടുകൂടി ഈ പാത്രത്തിലേക്ക് കോരിയിടാം. അപ്പോൾ എല്ലാം നമ്മൾ എടുത്തു വെച്ചു. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ആ ചൂടാക്കിയിട്ട് ആറിയ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. അത് പൂത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ച് എള്ളെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പിന്നെ അച്ചാർ കേടുകൂടാതിരുന്നോളും. പിന്നെയും നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ആ എണ്ണയിൽ ഒരു നല്ല കോട്ടൺ തുണി, വൃത്തിയുള്ള കോട്ടൺ തുണി നനച്ചിട്ട് അതിൻ്റെ മീതെ ഇടുന്നുണ്ട്. ഈ കോട്ടൺ തുണിക്ക് പകരം വേണമെങ്കിൽ വാഴയിലയാണെങ്കിലും വാട്ടിയിട്ട് എണ്ണയിൽ മുക്കി ഇടാട്ടോ. അതിനുശേഷം ഇതുപോലെ ഒരു തുണി വെച്ച് മൂടി അത് കെട്ടിയതിന് ശേഷം അടപ്പ് കൊണ്ട് അടച്ചു വയ്ക്കുക. അപ്പോൾ കിടിലൻ ചെത്തുമാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.